ആലപ്പുഴ മാന്നാറിൽ മാതാപിതാക്കളെ വീടിന് തീവെച്ച് ചുട്ടരിച്ചു കൊന്ന സംഭവം നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. അതിന് പിന്നാലെ തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് മറ്റൊരു യുവാവിൻ്റെ ക്രൂരത. അമ്മയുമായുള്ള വാക്കേറ്റത്തിനൊടുവിൽ മകൻ വീടിന് തീ കൊളുത്തി. വർക്കല മേൽവെട്ടൂർ സ്വദേശി പ്രജീഷാണ് വീടിന് തീ വെച്ചത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ ബന്ധുവീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. തീപിടുത്തത്തിൽ വീടിനുള്ളിലെ ഫർണിച്ചറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കത്തി നശിച്ചിരുന്നു. മദ്യലഹരിയിലാണ് പ്രതി അതിക്രമം കാട്ടിയതെന്നാണ് വിവരം. അമ്മയും മകനും തമ്മിൽ നടന്ന വാക്ക് തർക്കത്തിനൊടുവിലാണ് യുവാവ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന് തീയിട്ടത്. വെള്ളിയാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. വെൽഡിംഗ് ജോലിക്കാരനായ പ്രജീഷും ഭാര്യയും മകനും അടങ്ങുന്ന കുടുംബം അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത്. മദ്യപിച്ച് വീട്ടിലെത്തുന്ന പ്രജീഷ് കുടുംബവുമായി വഴക്കുണ്ടാക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവം നടന്ന ദിവസവും പ്രജീഷ് മദ്യപിച്ച് വീട്ടിലെത്തുകയും ഭാര്യയില്ലാത്ത സമയം മാതാവുമായി വഴക്കുണ്ടാക്കുകയും ചെയ്തു. പ്രശ്നം രൂക്ഷമായതോടെ മാതാവ് കുട്ടിയുമായി പുറത്തേക്ക് പോയി. ഈ സമയമാണ് പ്രജീഷ് വീടിന് തീയിട്ടത്. വീട്ടുടമ അന്ന് തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. തീപിടുത്തത്തിൽ വീടിനുള്ളിലെ ഫർണിച്ചറുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും ചുമരുകളും പൊട്ടിത്തകർന്ന് സാരമായ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. തീപിടുത്തത്തിൽ വീട്ടുടമയ്ക്ക് ഏകദേശം 12 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇന്നലെ ഇതേപോലെ ഞാൻ ഇവിടെ നിന്നപ്പോഴാണ് ചേട്ടൻ വിളിക്കുന്നു, ഞാൻ അതിൻ്റെ വീട് മൊത്തം കത്തി എരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഞാൻ കൊച്ചുങ്ങളെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു. ഇവിടെ കത്തി എരിഞ്ഞ് അവർ വെള്ളമൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടുടമയുടെ പരാതിയിൽ പ്രതിക്ക് വേണ്ടി അന്വേഷണം നടത്തിയ വർക്കല പോലീസ് പുലർച്ചെ മേൽവട്ടൂരിലുള്ള ബന്ധുവീട്ടിൽ നിന്നുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ.